ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലിമേട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പാഞ്ചാലിമേടിൻ്റെ പ്രകൃതി സൗന്ദര്യം നമുക്കൊന്ന് കാണാം. ഇവിടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് കുറേ വ്യൂ പോയിൻറ്റുകളും അതുപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. വീഡിയോയിലേക്ക് പോകും. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് പാഞ്ചാലിമേട്. ആയാസരഹിതമായ ട്രെക്കിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ കാര്യം. ചരിത്രപരമായ പ്രാധാന്യവും മതസൗഹാർദ്ദവും ടൂറിസത്തിന്റെ സാധ്യതകളും എല്ലാം ഒത്തൊരുമിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ റോഡ് സൈഡിൽ വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഇവിടെ പ്രവേശിക്കാനായിട്ട് ഒരാൾക്ക് 25 രൂപയാണ് ഫീസ്. ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായി ഇവിടെ വിശാലമായ കൽമണ്ഡപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും കോൺക്രീറ്റ് നിർമ്മിതിയാണെങ്കിലും കൽ നിർമ്മിതിയുടെ അതേ പൂർണ്ണതയോടെ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല തണുപ്പും കോടമഞ്ഞും ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രദേശങ്ങളിൽ ഒന്നാണിത്. പീരുമേട് പഞ്ചായത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. KK റോഡിൽ മുറിഞ്ഞ പുഴയിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണെങ്കിലും നല്ല വൃത്തിയായി തന്നെ ഇവിടം സംരക്ഷിച്ചിരിക്കുന്നു. ഇതിനുള്ളിൽ ചെറിയൊരു കഫേയും റിഫ്രഷിംഗ് സെന്ററും ഉണ്ട്. ഐസ്ക്രീമും ചായയും സ്നാക്സും എല്ലാം ഇവിടെ കിട്ടും. വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം എന്ന ബോർഡ് കാണാം. വലതുവശത്തേക്കുള്ള മൺവഴിയിലൂടെ മുകളിലോട്ട് സഞ്ചരിച്ച് മനോഹരമായ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിച്ചേരാം. ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണുള്ളത്. ഇവിടെ പുതിയതായി നിർമ്മിച്ച ഒരു മനോഹരമായ ക്ഷേത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് അനുഭവപ്പെടുക. പിന്നെ തൊട്ടടുത്തായി ശിവലിംഗവും നാഗശില്പങ്ങളും ഭദ്രകാളി പ്രതിഷ്ഠയും കാണാൻ സാധിക്കും. വലിയൊരു തറ ഇവിടെയുണ്ട്. ഇത് തകർന്നുപോയ ക്ഷേത്രത്തിന്റെ തറയാണെന്ന് തോന്നുന്നു. ഐതിഹ്യം പ്രകാരം പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും താമസിച്ച സ്ഥലമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന് പേര് ലഭിച്ചത്. ഇവിടെ പാണ്ഡവർ താമസിച്ചിരുന്ന ഒരു ഗുഹയുമുണ്ട്. ഇപ്പോൾ ഗുഹയുടെ ഭാഗത്തേക്ക് പോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഗുഹയുടെ സമീപത്തായി കീഴ്ക്കാന്തൂക്കായ സ്ഥലമായതുകൊണ്ട് ആളുകൾ താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു. അവർ തിരിച്ചു പോയപ്പോൾ അവർ ആരാധിച്ചിരുന്ന ദുർഗാദേവിയുടെ വിഗ്രഹം ഇവിടുത്തെ ഗോത്രത്തലവന് കൈമാറി. പിന്നീട് അപരിഷ്കൃതമായ പൂജകൾ ചെയ്ത് അവർ ദേവിയെ ആരാധിച്ചു വന്നു. അതുകൊണ്ട് തന്നെ അവിടെ അപ്രതീക്ഷിതമായ കുറെ സംഭവങ്ങൾ ഉണ്ടാവുകയും ദേവീ ചൈതന്യം ഇവിടെ നിന്നും വള്ളിയങ്കാവ് പ്രദേശത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഈ പ്രദേശം വാസയോഗ്യമല്ലാതെയായി തീർന്നു. നട്ടുച്ച സമയത്തും ഇവിടെ ചൂട് അനുഭവപ്പെടുന്നില്ല. എപ്പോഴും നല്ല തണുത്ത കാറ്റാണ് ഇവിടെ.
ദുഃഖവെള്ളി, ഈസ്റ്റർ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ കുരിശുമല തീർത്ഥാടനവും നടത്താറുണ്ട്. ആ ദിവസങ്ങളിൽ ഇവിടെ ക്രിസ്തീയ വിശ്വാസികൾ ധാരാളമായി എത്തിച്ചേരാറുണ്ട്. ശബരിമല മകരവിളക്ക് ദർശനത്തിനായി ധാരാളം ഭക്തർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. മകരസംക്രാന്തി ദിവസം ഇവിടെ ധാരാളം ഭക്തർ എത്തിച്ചേരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ബാരിക്കേഡുകളാണ് ഈ കാണുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ശബരിമല സന്നിധാനവും മകരവിളക്ക് തെളിയുന്ന പൊന്നമ്പലമേടും കാണാം. കേരളത്തിന്റെ പൗരാണിക ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ധാരാളം തിരുശേഷിപ്പുകളും ഇവിടെ കാണാം. അനേകം മുനിയറകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. ഈ മുനിയറകൾ വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കാഴ്ച കാണുമ്പോൾ ചരിത്രപ്രേമികൾക്ക് ഒരു വിഷമമുണ്ടാവാൻ സാധ്യതയുണ്ട്. ചരിത്ര ഗവേഷകന്മാരുടെ കൂടുതൽ പഠനം ഇവിടെ നടത്തിയാൽ അത് ചരിത്രപരമായ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കാൻ ഉപകരിക്കും. ഈ കുന്നിന്റെ മുകളിൽ നിന്നും വീണ്ടും താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കൂടുതൽ മനോഹരങ്ങളായ വ്യൂ പോയിന്റുകൾ കാണാം. പാഞ്ചാലിമേട്ടിൽ നിൽക്കുമ്പോൾ കാണുന്ന ആകാശത്തിന്റെ സൗന്ദര്യം അവർണ്ണനീയമാണ്. ദേ കുന്നിന്റെ മുകളിലാണ് പിന്നെയും ഇങ്ങോട്ട് കയറിയോ അപ്പോൾ അറിയുമോ? ഇവിടെ പഞ്ചപാണ്ഡവർ കുളിച്ചിരുന്ന ഒരു കുളവുമുണ്ട്. ഇത് പാഞ്ചാലിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ എവിടെ നിന്നാലും മനോഹരങ്ങളായ വ്യൂ പോയിന്റുകളാണ് കാണാൻ കഴിയുന്നത്. നേരം സന്ധ്യയായിക്കൊണ്ടിരിക്കുന്നു. പാഞ്ചാലിമേട്ടിൽ തണുപ്പ് കൂടിക്കൂടി വരുന്നു. ഞങ്ങൾ പയ്യെ താഴോട്ട് പോവുകയാണ്. പാഞ്ചാലിമേട്ടിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.